നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അത്രയല്ലേ ഉള്ളൂ. അമ്മയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത പോലെയാണല്ലോ ഡാഡിയുടെ സംസാരം. പിന്നല്ലാതെ നീ വിട്ടരുത്. ഓ ശരി ചമ്പ്ര. മായയുടെ ചിത്രം ഞാൻ നോക്കട്ടെ, എന്നിട്ട് വേണ്ടത് ചെയ്യാം. ഡാഡി മറന്നു പോകരുത്, താമസിക്കരുത്. അല്ലെങ്കിൽ ഡാഡിയുടെ പക്കലും പഴയ ആൽബങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ഇങ്ങ് തന്നാ മതി. ഞാൻ അതിൽ അമ്മയുടെ ഒരു ചിത്രം എടുത്ത് എൻലാർജ് ചെയ്യിക്കുകയോ പോർട്രേറ്റ് വരപ്പിക്കുകയോ ചെയ്തോളാം. ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞില്ലേ, പിന്നെന്താ? ശരി. അതെ, ആ സീതാലക്ഷ്മിയുടെ പടം വല്ലതും ഉണ്ടെങ്കിലേ അതും കൂടി ഫ്രെയിം ചെയ്ത് ഹാളിൽ തൂക്കിയിട്. ആ മായാരഞ്ജനയുടെ ചിത്രത്തിനോട് ചേർത്ത് വയ്ക്കാം. ഒരു അടിക്കുറിപ്പ് നൽകാം, ഇരയും വേട്ടക്കാരിയും. ആദ്യം മര്യാദയ്ക്ക് പിച്ച വയ്ക്കാൻ പഠിക്കും. പിന്നെ സീതാലക്ഷ്മിയുടെ കഥ ഇവിടം കൊണ്ടൊന്നും തീരില്ല. മരുമോനും കൂടി വന്ന കളം കൊഴുക്കും. നിരഞ്ജൻ മരുമോനും കൂടി അറിയട്ടെ അമ്മായിയച്ഛന്റെ പഴയ വീരകഥകള്. ഇങ്ങനെ നഖം കടിച്ചു വിഴുങ്ങിയിട്ട് ഒരു കാര്യവുമില്ല. ചവച്ച് തുപ്പിക്കളയേണ്ടത് നിന്റെ ഡാഡിയെയാ, വലിച്ചു കീറേണ്ടത് അയാളുടെ മുഖംമൂടിയാ. അപ്പച്ചി ചുമ്മാ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ. നിനക്ക് നട്ടപ്രാന്ത് വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. മുഖത്തെ ചായം പൂശി നടക്കാനുള്ള മിടുക്ക് മാത്രം പോരാ, ചുറ്റുപാടുകളെയും ചുറ്റുമുള്ളവരെയും വീക്ഷിക്കാനും നിരീക്ഷിച്ചറിയാനുമുള്ള കണ്ണുകളും വേണം. അതിനുള്ള കഴിവ് വേണം. അയ്യോ, അതെങ്ങനെയാ? ഡാഡിയും മോളും സ്നേഹം കൊണ്ടൊരു കൂടാരം തീർത്ത് അതിനകത്തല്ലായിരുന്നോ താമസം? ഏതൊരു വലിയ കൂടാരത്തിന്റെ അടിത്തറ പരസ്പര വിശ്വാസം. അതില്ലെങ്കിൽ തീർന്നു. അപ്പച്ചി പറയുന്ന എന്തോ ചില പഴയ കഥകൾ വെച്ച് എനിക്ക് എന്റെ ഡാഡിയെ സംശയിക്കാൻ പറ്റില്ല. നീ സംശയിക്കണ്ട, നീ കൂടുതൽ വിശ്വസിച്ചോ. അല്ലെങ്കിൽ തന്നെ നിനക്ക് സംശയിക്കാൻ എന്താ അവകാശം? മറ്റൊരുത്ത സമ്മാനിച്ച കൊച്ചിനെയും കൊണ്ട് സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ച് ജീവിക്കുന്നവളല്ലേ നീ? തന്തയുടെ മോള് തന്നെ. അപ്പച്ചി അതേടി, പണ്ട് നിന്റെ ഡാഡി നിന്റെ അമ്മയോട് ചെയ്തത് തന്നെയാ നീ ഇപ്പോ നിന്റെ ഭർത്താവിനോട് ചെയ്യുന്ന. വിത്തുഗുണം, ഒരേ ചോരയുടെ ഒരേ കൊഴുപ്പ്. മതിയപ്പച്ചി, ഒന്ന് നിർത്ത്. എടി കൊച്ചേ, നിന്റെ നോട്ടത്തിലെ ഈ കാഞ്ചന ഒരു കോമാളിയും ആർത്തിക്കാരിയും മാനസിക രോഗിയൊക്കെ ആയിരിക്കും. പക്ഷേ കാഞ്ചന പറയുന്ന ചില കാര്യങ്ങളിലെങ്കിലും നേരും നിറയുണ്ട്. പറ്റുമെങ്കിൽ നീ അത് കാണാൻ ശ്രമിക്കും, കണ്ടെത്തി മനസ്സിലാക്കാൻ ശ്രമിക്കും. നിന്റെ അമ്മ മായയുടെ മരണത്തിന് പിന്നിലെ
യഥാർത്ഥ കാരണം നിനക്കറിയാമോ? ഹ, എവിടുന്ന്? ഡാഡി പറഞ്ഞ കഥ മോളങ്ങ് വിശ്വസിച്ചു, അല്ലെങ്കിൽ വിശ്വസിപ്പിച്ചു. കുളിമുറിയിലോ കിച്ചണിലോ കാല് തെറ്റി വീണ് തലയ്ക്ക് പരിക്കേറ്റ മായ കസേരയിൽ ഇരുന്നങ്ങ് മരിച്ചുപോയി. ഇതല്ലേ നീ കേട്ട കഥ? മരിക്കും മുമ്പ് മായാരഞ്ജിനി നിന്റെ ഡാഡിയെ വിളിച്ചായിരുന്നല്ലോ. എന്നിട്ട് അയാളെന്താ വരാൻ വൈകിയത്? ആരുടെയോ ജീവൻ രക്ഷിക്കാനുള്ള മുഴുത്ത ഓപ്പറേഷനിലായിരുന്നല്ലോ, മേജർ സർജറി. നിന്റെ അമ്മയുടെ മരണം അപകടമല്ല, കൊലപാതകമാണെന്നാ അന്നും ഇന്നും എന്നും എന്റെ വിശ്വാസം. അതെന്നും അങ്ങനെ തന്നെയായിരിക്കും. ആ സീതാലക്ഷ്മി എന്ന് പറയുന്ന നേഴ്സും നിന്റെ ഡാഡിയും ചേർന്ന് ആലോചിച്ച് പ്ലാൻ ചെയ്ത് നടപ്പാക്കിയ കൊലപാതകം. അപ്പച്ചി ചുമ്മാ ആവശ്യമില്ലാത്ത പറയരുത്. നിനക്ക് സൗകര്യമുണ്ട് വിശ്വസിച്ച മതി. ചത്ത് കെട്ടുപോയത് നിന്റെ പെറ്റതള്ളയല്ലേ, എനിക്കെന്ത് ചെയ്തം? ഒന്ന് നീ ഓർത്തു വെച്ചോ, മനസ്സിൽ ചതിക്കുഴികൾ മാത്രം തീർത്തു വെച്ചിരിക്കുന്ന ഒരാളാ നിന്റെ ഡാഡി. അയാളുടെ തലയ്ക്ക് മീതെ വളരാൻ അയാൾ ആരെയും സമ്മതിക്കില്ല. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം എന്റെ ഭർത്താവ്, എന്റെ ഡെന്നിച്ചായ. അദ്ദേഹത്തെ ചികിത്സ പോലും നിഷേധിച്ച് നിന്റെ ഡാഡി കൊന്നത് എന്തിനാണെന്ന് നിനക്കറിയോ? അയാളെക്കാളും മിടുക്കനായതുകൊണ്ട്. സ്വന്തം പെങ്ങളെ വിധവയാക്കിയ സ്വാർത്ഥന, നീചൻ. നീ എഴുതി വെച്ചോ, സമയമാവുമ്പോ നിരഞ്ജനെതിരെ, എന്തിന് നിനക്കെതിരെ പോലും അയാള് തിരിയും. നിന്റെ അമ്മയുടെ മരണം അപകടമല്ല, കൊലപാതകമാണെന്ന അന്നും ഇന്നും എന്നും എന്റെ വിശ്വാസം. എന്താ മോളെ, എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. നാളത്തെ കാര്യം ഓർത്തിട്ടാണോ? ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. കോടതിയിൽ നിന്നും നിരഞ്ജന് അനുകൂലമായ വിധി വരും, അത് ഉറപ്പാ. എന്തുമാത്രം വഴിപാടുകൾ അമ്മ നേർന്നിരിക്കുന്നത്. അത് മാത്രമല്ലമ്മേ,